ഹലോ. അപ്പോൾ ഇന്ന് വിവാൻകുട്ടിയുടെ പിറന്നാളാണ് കേട്ടോ. അപ്പം രാവിലെ സ്കൂളിലൊക്കെ പോയി. അപ്പം രാവിലെ ഒന്നും ചെയ്ത് കൊടുക്കാനൊന്നും പറ്റിയില്ല. സാധാരണ ലഞ്ചും ഒക്കെ കൊടുത്തു വിട്ടു. അപ്പം ഞാൻ വിചാരിച്ചു രാത്രിയിലത്തേക്ക് ഇന്ന് സദ്യ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായ സദ്യ ഒന്നുമല്ല, ചെറിയ സദ്യ. അവന് പരിപ്പും പപ്പടമൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ വെച്ച് പരിപ്പൊക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു കുഞ്ഞ് സദ്യ ഉണ്ടാക്കാമെന്ന്. പിന്നെ ഒരു പായസം വെക്കണം, എന്തെങ്കിലും ഒരു മധുരം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കടലപ്രഥമനാണ് കേട്ടോ. അപ്പോൾ കടല നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നതിന് ശേഷം വേണം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാൻ. ഇനി നമുക്ക് കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് കടലപ്പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാമേ. ഇത് നമ്മൾ വടക്കൊക്കെ എടുക്കുന്ന ആ ഒരു കടലപ്പരിപ്പാണ്. ഇനി നെയ്യും കടലപ്പരിപ്പും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് യോജിച്ച് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, ശർക്കര. അപ്പോൾ ശർക്കര ഉരുക്കി വെച്ചെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പായസം ഉണ്ടാക്കി എടുക്കാമല്ലോ. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് ഒരേ സമയം ചെയ്യുവാണെങ്കിൽ നമ്മുടെ പണി എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഏകദേശം റോസ്റ്റായി വന്ന സമയം അതിലേക്ക് ഞാനൊരു 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 3-4 വിസിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ സദ്യ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ഏട്ടൻ വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പോൾ ഏട്ടന് ഒരു ചായ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചായ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഫ്രിഡ്ജ് തുറന്നിട്ട് എന്തൊക്കെയാണ് വെജിറ്റബിൾസും കാര്യങ്ങളും ഉണ്ടെന്നൊന്ന് നോക്കണം. വലിയ രീതിയിലുള്ള സദ്യയൊന്നും ഞാൻ വെക്കുന്നില്ല കേട്ടോ. ചെറിയ രീതി ഓൾറെഡി രാത്രിയിലാണല്ലോ കഴിക്കാൻ പോകണം. അപ്പോൾ ഹെവി ആയിട്ട് നമുക്ക് കഴിക്കാനും പറ്റില്ല. അങ്ങനെ ഏട്ടന് കൊണ്ട് ചായയൊക്കെ കൊടുത്തു. അപ്പോഴത്തേനും നമ്മുടെ കുക്കറിൽ നിന്ന് വിസിലൊക്കെ വന്ന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുപാട് അങ്ങ് ഉടച്ചു കൊടുക്കണ്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആ കടലപ്പരിപ്പ് നമുക്ക് ആ ഒരു പ്രഥമനിൽ കഴിക്കാൻ കിട്ടണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് നല്ല, അല്ലെങ്കിൽ വെറും പ്ലെയിൻ ആയിട്ട് പോകും. ഇനി ഞാൻ ശർക്കരപ്പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കര ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വറ്റി വരണം, ഒന്ന് കുറുകി വരണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാൻ. നന്നായിട്ട് കുറുകണം കേട്ടോ. ആ ശർക്കര അതിൻ്റെ കൂടെ ചേർന്നിട്ട് എന്താ പറയുക, ഒരു തിക്കായിട്ട് വരണം. നമുക്ക് എളുപ്പപ്പണിക്ക് വേണമെങ്കിൽ സാധാരണ പശുവും പാലിൽ വേണമെങ്കിലും പായസം ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് ഒരു പ്രഥമ രീതിയിൽ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 കപ്പ് 2-ാം പാൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇനി അതൊന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. അത് കുറുകി വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ചുക്കുപൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി. ചുക്കുപൊടി നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കും. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് വരുന്നത് കേട്ടോ. എന്നിട്ട് ഇനി 1-ാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-ാം പാൽ ചേർത്തതിന് ശേഷം ഒരുപാട് നേരം അങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇത് പക്ഷേ കുറച്ച് പ്ലെയിനായിട്ടായിരിക്കും നമുക്ക് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കടല ഒരുപാട് ഉടയ്ക്കാൻ പാടില്ല. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും തേങ്ങാക്കൊത്തും മുന്തിരിയും എല്ലാം കൂടെ ഒന്ന് വറുത്തിടുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ഇടണം കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇനി കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് പിന്നെ ഇരിക്കുന്നതോറും ഇനി കുറുകി വരാം കേട്ടോ. അപ്പോൾ ഞാൻ വേറെ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന് കൂടെ കാണിച്ചു തരാം. പിന്നെ അവിയലും അതുപോലെ തന്നെ പരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ പപ്പടം കാച്ചിട്ടുണ്ട്. ഇത് മാങ്ങ പച്ചടിയാണ് കേട്ടോ. പിന്നെ വെച്ചത് ഇഞ്ചി പച്ചടി. അപ്പോൾ ഈ പച്ചടി ഒന്നും ഇല്ലെങ്കിൽ ആ ഒരു സദ്യയുടെ ഫീല് കിട്ടാത്തതുകൊണ്ട് ഞാൻ ലാസ്റ്റ് ചടപടാന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇരിക്കുന്തോറും പായസം കുറുകുമെന്ന്. ഇപ്പം നന്നായിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കടലപ്രഥമൻ. അപ്പോൾ ഇനി വിവാൻകുട്ടിയൊക്കെ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പം വർഷക്കുട്ടിയും കൂടെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു സദ്യ കൊടുക്കാമെന്ന്. അങ്ങനെ വലിയ സദ്യയല്ല, സാമ്പാർ മാത്രം ഞാൻ വെച്ചില്ല കേട്ടോ. പിന്നെ അതുപോലെ ഇഞ്ചിക്കറി, മാങ്ങ, നാരങ്ങ, അച്ചാർ വകയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ചെറിയ കുഞ്ഞു സദ്യ. ഇത്രയെല്ലാം എനിക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനമല്ല കേട്ടോ. എല്ലാ പ്രാവശ്യവും ഞാൻ ഇവരുടെ എല്ലാവരുടെയും പിറന്നാളിന് ഞാൻ ചെറിയ രീതിയിൽ സദ്യ വെച്ച് കൊടുക്കാറുണ്ട്. പിന്നെ രാത്രി ആയതുകൊണ്ട് ഒരുപാട് ഹെവി ആയിട്ടും പിന്നെ ഉണ്ടാക്കാഞ്ഞത് കുറച്ച് വെച്ചിട്ട് മതിയല്ലോ എന്ന്. പക്ഷേ ഇവരുടെ ഫേവറേറ്റ് ആണ്, വർഷക്കുട്ടിയുടെ വിവാൻ്റെയൊക്കെ ഫേവറേറ്റ് ആണ് സദ്യ എന്ന് പറയുന്നത്. വർഷക്കുട്ടിയുടെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ കഴിക്കാൻ. നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യം ഇതുപോലെ ഇഷ്ടത്തോട് കഴിക്കുന്ന കാണുമ്പോൾ പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എന്താണ് സദ്യ കഴിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ലല്ലോ. കല്യാണമോ പാല് കാച്ചലോ കാര്യങ്ങളോ ഒന്നുമില്ല. നാട്ടിലാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമുക്ക് സദ്യ കഴിക്കാൻ പറ്റും. അങ്ങനെ വിവാൻകുട്ടി ഹാപ്പി ആയിട്ട് കഴിച്ചിട്ട് പോയി. ഞാൻ ആദ്യം തന്നെ പായസം എടുത്തുകൊണ്ട് വന്ന് കുടിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ.